വെൽക്കം ടു ചാനൽ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് HDFC ഇറക്കോടെയാണ്. ഞാൻ അതിന് മുമ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ നിയമ ബൂപ്പായിരുന്നു. ഞാൻ അത് പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പോളിസി പാസ് കൊടുക്കുന്നത് നല്ലതാണ്, ഒരു ഒറിജിനലാണോ എന്ന് ചോദിച്ചിട്ട്. എന്ന് വെച്ചാൽ ഇഷ്ടം ആൾക്കാർ ഇപ്പോൾ ഇതിനൊന്നും സംബന്ധമില്ലാത്ത ആൾക്കാർ പോലും ഇതിന്റെ പ്രൊമോഷൻസ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആൾക്കാരെ കൂടുതൽ കിട്ടിയാൽ മതി. അല്ലാണ്ട് ഇപ്പോൾ ഇതിനറിവുള്ള കുറിച്ച് ആൾക്കാർ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് അവർക്ക് ഏജൻസിക്കാർക്കായിരിക്കും ബ്രാൻഡായിരിക്കും എന്ന ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രൊമോഷൻ ആർക്കാണോ വ്യൂഷിപ്പ് കൂടുതൽ അവർക്ക് കൊടുക്കും, അത് ഏത് ഉടായ്പ സാധനമായാലും അവർക്ക് കൊടുക്കും. അപ്പോൾ ഇഷ്ടം ആൾക്കാർ ഈ എന്താ പറയുക പോളിസി ബസാറിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. പോളിസി ബസാർ എന്ന് പറഞ്ഞൊരു അഗ്രിഗേറ്റർ ആണ്, അല്ലാണ്ട് അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല. അവർ ലൈസൻസ്ഡൊക്കെയാണ്. പക്ഷേ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സാധനമാണ് പോളിസി ബസാർ. ഇവന്മാര് ഉടായ്പിന്റെ മാർക്കറ്റിംഗ് പരിപാടികളാണ് നമ്മളെ കൊണ്ട് EMI ഇവർ EMIനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം. നിങ്ങൾ ഒരിക്കലും ഈ ഇൻഷുറൻസ് EMI എടുക്കരുത്. അതൊരു ഉടായ്പ മാർക്കറ്റിംഗ് ട്രാപ്പാണ് സാധനം. അത് നിങ്ങൾക്ക് അടച്ച എമൗണ്ടിനുള്ള ഡബിളിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഷുർഡ് ആയിട്ടുള്ള സാധനം ഒരു പാസ് ചെയ്യുള്ളൂ, ചിലപ്പോൾ അത് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ പ്രീമിയം എപ്പോഴും അടച്ചിട്ടെടുക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഫുൾ പ്രീമിയം അടച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ആപ്പിൽ പോയിട്ട് EMI കൺവേർട്ട് ചെയ്യാം. അല്ലാണ്ട് ഒരിക്കലും ഇവരുടെ എന്താ പറയുക ഈ ഡയറക്റ്റ് ഇവരുടെ ഇപ്പോൾ ഡയറക്റ്റ് ഇൻഷുറൻസ് ഇപ്പോൾ HDFC ആയിക്കോട്ടെ അവരൊക്കെ ഇപ്പോൾ നമുക്ക് EMI ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഒരിക്കലും ആ സാധനം എടുക്കരുത്. ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ സാധനം പോളിസി ബസാർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്ത പരിപാടിയാണ്. മാക്സിമം നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒഫീഷ്യൽ സൈറ്റ് പോയി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസി ത്രൂ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഇങ്ങനത്തെ കുറേ പോയിന്റ്സുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കാം. ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടുണ്ട്, വാണത്തിൽ പോയി കണ്ടു നോക്കട്ടെ. അത് കുറേ പേർക്ക് സംശയമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനത് പ്രൊമോഷൻ സംഭവമൊന്നുമല്ല, ഞാൻ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന സംഭവത്തിന്റെ ജസ്റ്റ് എന്ന് വെച്ചാൽ കുറേ കമന്റ്സ് ആയി വരും ഞാനിപ്പോൾ ഏത് ഇൻഷുറൻസ് ഉപയോഗിക്കും. എൻ്റെ കമ്പനി ഇൻഷുറൻസും HDFC തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ആക്ച്വലി ആദ്യം എടുത്തിരുന്നത് ഫസ്റ്റ് ഇൻഷുറൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർ ഹെൽത്ത് ആയിരുന്നു. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റി. ഉടായ്പിന്റെ ആശയമായ ഒരു കാര്യമില്ല, ഭയങ്കര ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒക്കെ കുറവാണ്. ഇപ്പോൾ HDFC കാർഡ് നോക്കിയാൽ 99.16% ആണ് അവർക്ക് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് അവരെ പ്രീമിയം കുറച്ച് കൂടുതലാണ്, കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ നമ്മൾ നോക്കിയിട്ട് എടുക്കാം. അവർ കുറച്ച് 2-3 പുതിയ പ്ലാൻസുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പ്രൊമോഷൻ ഒന്നല്ലത്, ഞാൻ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഇതിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നോർമലി പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല, നമ്മുടെ മെയിൻ ജോലി ഒന്നും അല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തുള്ളതാണ്.